ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മിത്തൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് പോകുന്നത് മണ്ടയ്ക്കാട് ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ. ഇത് നമ്മുടെ ടൂർ വീഡിയോയുടെ പാർട്ട് 3 ആണ്. അപ്പോൾ പാർട്ട് 1, 2 കാണാത്തവർ എന്തായാലും ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. അങ്ങനെ നമ്മൾ ക്ഷേത്രത്തിനടുത്തേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ബസ്സെല്ലാം ഇവിടെയാണ് നിർത്തിയേക്കുന്നത്. ഇവിടെ നിന്ന് ഇറങ്ങി പിന്നെ കുറച്ച് ദൂരം നടക്കാനുണ്ട്, ഒരു 5-10 മിനിറ്റോളം നടക്കാനുണ്ട് ക്ഷേത്ര നട വരെ. ഇവിടുത്തെ ബസ്സൊക്കെ പോകുന്നുണ്ട്, വണ്ടികളൊക്കെ വിടുന്നുണ്ട്. പക്ഷേ ടൂറിസ്റ്റായിട്ട് വരുന്ന ബസ്സുകളൊന്നും ക്ഷേത്ര നട വരെ വിടുന്നില്ല. അത്രത്തോളം തിരക്കുള്ളത് കൊണ്ടാണ് ക്ഷേത്ര നട വരെ ബസ്സൊന്നും വിടാത്തത്. മറ്റു ബസ്സുകളൊന്നും വിടും. ഓട്ടോറിക്ഷയൊക്കെ ധാരാളം പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് ദൂരം നടന്നാണ് ക്ഷേത്രത്തിൻ്റെ അടുത്ത് എത്തിയത്. അപ്പോൾ നമ്മൾ ക്ഷേത്രത്തിൻ്റെ അടുത്ത് എത്തിയ പൂജ സമയമൊക്കെ നടക്കുവാണ്. കുറേ സ്ഥലങ്ങളിൽ പൊങ്കാല നടക്കുന്നുണ്ട്. നമ്മളെ കൂടെ വന്നവരൊക്കെ പൊങ്കാല ഇടുന്ന സ്ഥലത്തേക്കായിട്ട് പോയിട്ടുണ്ട്. ഞാൻ പൊങ്കാല ഇട്ടിട്ടില്ല, അതുകൊണ്ട് ഞങ്ങൾ ക്ഷേത്രത്തിലേക്ക് കയറി തൊഴാനായിട്ടാണ് പോകുന്നത്. നല്ല തിരക്കുണ്ട് കേട്ടോ, അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ആദ്യമായിട്ടാണ് ഞാൻ ദേവിയെ കാണാൻ വരുന്നത്. അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഒരുപാട് കാലത്തെ ഒരു ആഗ്രഹമാണ് മണ്ടയ്ക്കാട് ദേവീ ക്ഷേത്രത്തിൽ വരണമെന്ന്. ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു. അപ്പോൾ ആ ആഗ്രഹമാണ് ഇന്ന് സാധിച്ചിരിക്കുന്നത്. അപ്പോൾ അമ്മയെ കണ്ട് തൊഴാനുള്ളത് ഏറ്റവും വലിയ ഒരു ജന്മസാഫല്യമായിട്ട് ഞാൻ കരുതുന്നു. അപ്പോൾ കുറേ സമയം അമ്മയുടെ നടയിലിരിക്കാനും അമ്മയെ കാണാനും പറ്റി. ഈ ഒരു സ്ഥലത്ത് നമ്മൾ അമ്മയുടെ നടയിൽ ഒരുപാട് സമയം ഇരുന്ന് അമ്മയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു, പ്രാർത്ഥിച്ചു. അങ്ങനെ ഒരു അരമണിക്കൂറോളം നമ്മൾ ആ നടയിൽ തന്നെ നമുക്ക് ഇരിക്കാനുള്ളൊരു ഭാഗ്യം കിട്ടി. അതിന് ശേഷമാണ് നമ്മൾ പിന്നെ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയത് കേട്ടോ. ഒരുപാട് സമയം അവിടെ ഇരുന്നപ്പോൾ മനസ്സിന് തന്നെ ഒരു പോസിറ്റിവിറ്റി കിട്ടിയ ഒരു അനുഭവമായിരുന്നു. ഇവിടെയാണ് പൊങ്കാല നടക്കുന്ന സ്ഥലം. ഭയങ്കര തിരക്കാണ് അവിടെ. പൊങ്കാല ഇടുന്നു, ആൾക്കാർ പുറത്തേക്ക് പോകുന്നു, വീണ്ടും ആൾക്കാർ വരുന്നു. അങ്ങനെ എപ്പോഴും ഒരു തിരക്കായിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ പൊങ്കാല ഇടുന്ന സ്ഥലം. കുട ഉത്സവം നടക്കുന്ന സമയം 24 മണിക്കൂർ ക്ഷേത്രം തുറന്നിരിക്കുന്നതിനാൽ ഭക്തർക്ക് ഇഷ്ടമുള്ള ഏത് സമയത്തും പൊങ്കാല അർപ്പിക്കാവുന്നത് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകതകളിലൊന്നാണ് കേട്ടോ. ഇപ്പം നമ്മൾ മറ്റേത് ക്ഷേത്രങ്ങളിൽ പോയാലും പൊങ്കാലയ്ക്ക് ഒരു സമയം കാണും, അത് തുടങ്ങുന്നതിനൊരു സമയം കാണും, നിവേദിക്കുന്നതിനൊരു സമയം കാണും. പക്ഷേ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ കുട ഉത്സവം നടക്കുന്ന സമയത്ത് 24 മണിക്കൂറും ക്ഷേത്രനട തുറന്നിരിക്കുന്നതിനാൽ നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് നമുക്ക് പോയി പൊങ്കാല അർപ്പിക്കാവുന്നതാണ്. നമുക്ക് സ്വന്തമായി തന്നെ നിവേദിക്കാവുന്നതുമാണ്. അത് ഈ ക്ഷേത്രത്തിലെ ഏറ്റവും വലിയ പ്രത്യേകതകൾ ഒന്നാണ്. ഒരുപാട് കച്ചവടക്കാരൊക്കെ ഉണ്ട് കേട്ടോ. 2 സൈഡിലായിട്ട് എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും. കുട്ടികളുടെ കളിപ്പാട്ടങ്ങളുണ്ട്. ഒരുപാട് സാധനങ്ങൾ. നമുക്ക് എന്ത് വാങ്ങിക്കണമെന്ന് നമുക്ക് തന്നെ കൺഫ്യൂഷൻ ആകുന്ന തരത്തിലുള്ള കച്ചവടം ഒരുപാട് ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പം നമുക്ക് അതൊക്കെ ഒന്ന് കണ്ടാലോ.
മണ്ടയ്ക്കാട് ക്ഷേത്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിൽ കുളച്ചലിന് സമീപം സ്ഥിതി ചെയ്യുന്ന ഒരു പ്രസിദ്ധമായ ഭഗവതി ക്ഷേത്രമാണ് മണ്ടയ്ക്കാട് ശ്രീ ഭഗവതി അമ്മൻ ക്ഷേത്രം. സ്ത്രീകൾക്ക് ഇരുമുടി കെട്ടുമായി പ്രവേശിക്കാം എന്നതിനാൽ സ്ത്രീകളുടെ ശബരിമല എന്നും മണ്ടയ്ക്കാട് ക്ഷേത്രത്തെ വിശേഷിപ്പിക്കുന്നു. കുരുമുളകും തേങ്ങയുമാണ് ഇരുമുടിയിൽ നിറയ്ക്കുന്നത്. ക്ഷേത്ര പരിസരത്ത് മത്സ്യമാംസാഹാരങ്ങൾ പാകം ചെയ്യുന്നതിനോ കഴിക്കുന്നതിനോ വിലക്കുകളില്ല എന്നത് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകതകളിൽ ഒന്നാണ്. ക്ഷേത്രത്തിലെ പൊങ്കാല സമയത്ത് പൊങ്കാല അടുപ്പുകളോട് ചേർന്ന് തന്നെ മത്സ്യമാംസാഹാരങ്ങൾ പാകം ചെയ്ത് നിവേദിക്കുന്നത് ഇവിടുത്തെ ഒരു പ്രധാന ആചാരമാണ്. അതുപോലെ തന്നെ പൊങ്കാലയ്ക്കായി നമ്മൾ ഉപയോഗിക്കുന്ന തേങ്ങ ഇവിടുത്തെ കടലിൽ കഴുകിയതിന് ശേഷം മാത്രമേ പൊങ്കാലയ്ക്ക് ഉപയോഗിക്കാവൂ എന്നതും ഇവിടുത്തെ ഒരു പ്രത്യേകതകളിൽ ഒന്നാണ്. അങ്ങനെ നമ്മൾ മണ്ടയ്ക്കാട് ക്ഷേത്രത്തിൽ നിന്ന് ഇനി അടുത്ത സ്ഥലത്തേക്ക് പോവാണ് കേട്ടോ. അടുത്തതായി നമ്മൾ പോകുന്നത് കന്യാകുമാരിയിലേക്കാണ്. ആ വീഡിയോ പാർട്ട് 4 ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.